മോർണിംഗ്. ഇന്ന് പഠിക്കുന്നത് ക്രിസ്റ്റൽ ലാറ്റിസസ് ആൻഡ് യൂണിറ്റ് സെൽസിനെ കുറിച്ചാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് റിപ്പീറ്റഡ് ആയിട്ടും റെഗുലറായിട്ടും അറേഞ്ച് ചെയ്തിരിക്കണതുകൊണ്ടാണ് അവയ്ക്ക് ആ സവിശേഷതകൾ വന്നത് എന്ന് പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ വളരെയധികം ക്രിസ്റ്റൽസ് ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ ക്രിസ്റ്റൽസിൽ പാർട്ടിക്കിൾസ് ഉണ്ടാവില്ലേ? ഈ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? മോളിക്യൂൾസ്, ആറ്റംസ്, അയോൺസ് ഇവയെല്ലാം 3 ഡയമെൻഷനലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ അറേഞ്ച്മെൻറ്റിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കിൾസിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഓരോ പോയിൻ്റായിട്ട് ഡെപ്പിക്റ്റ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 ഡയമെൻഷനലി ഈ ഡയഗ്രാമിനെ 3 ഡയമെൻഷനുള്ള ഈ ഡയഗ്രാമാറ്റിക് അറേഞ്ച്മെൻറ്റിനെ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നു. ഒരിക്കൽ കൂടെ പറയാം, റിപ്പീറ്റ് ചെയ്യണം. If the 3-dimensional arrangement of constituent particles in a crystal is represented diagrammatically, in which each particle is depicted as a point. ഈ പാർട്ടിക്കിളെ സ്പേസിലുള്ള ഓരോ പോയിൻ്റായിട്ട് ഡെപ്പിക്റ്റ് ചെയ്തിട്ട് 3 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ആ അറേഞ്ച്മെൻറ്റിനെ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നു. ക്രിസ്റ്റൽ ലാറ്റിസിന് കുറേ സവിശേഷതകളുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ്. അവയാണ് ഓരോ പോയിന്റും ഓരോ ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നു. ലാറ്റിസിലുള്ള ഓരോ പോയിന്റും ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നു. ഈ ലാറ്റിസ് പോയിന്റ് ആറ്റംസിനെയോ മോളിക്യൂൾസിനെയോ അല്ലെങ്കിൽ അയോൺസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. മാത്രമല്ല ഈ പോയിന്റ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് വഴി ജോയിൻ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ 14 3 ഡയമെൻഷണൽ ലാറ്റിസ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ഈ 14 നമ്മൾ ബ്രവൈസ് ലാറ്റിസ് എന്നാണ് പറയുന്നത്. ഇനി യൂണിറ്റ് സെൽ. എന്താണ് ഒരു യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്? യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പോർഷൻ ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് വിച്ച് വെൻ റിപ്പീറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ജനറേറ്റ്സ് ദ എൻറ്റയർ ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ സ്മോളസ്റ്റ് പോർഷനാണ് യൂണിറ്റ് സെൽ. വെൻ റിപ്പീറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ജനറേറ്റഡ് ദ എൻറ്റയർ ലാറ്റിസ്. അങ്ങനെ കുറേ യൂണിറ്റ് സെൽ ഉണ്ടായിട്ടാണ് ഒരു എൻറ്റയർ ലാറ്റിസ് തന്നെ ഉണ്ടാവുന്നത്. ഇത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്. ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ ഫിഗറാണ്. അതിൽ റെഡ് കളർ കാണിക്കുന്നത് യൂണിറ്റ് സെല്ലാണ്. ഇത് ഏറ്റവും ചെറുതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഫിഗറിൽ കാണുമ്പോൾ വലുതാണ് വിചാരിക്കും. പക്ഷെ പാർട്ടിക്കിൾ, ഒരു ആറ്റം എന്നൊക്കെ പറയുമ്പോൾ എത്ര ചെറുതായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. ഇനി യൂണിറ്റ് സെൽ എന്താണ്? ഇനി യൂണിറ്റ് സെല്ലിൻ്റെ സവിശേഷതകൾ നോക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇത് കണ്ടോ, ഇതൊരു യൂണിറ്റ് സെല്ലാണ്. അതിന് ABC എന്ന് എന്തുണ്ട്? എഡ്ജസ് ഉണ്ട്. ഇവ പെർപെൻഡിക്കുലർ ആവാം, പെർപെൻഡിക്കുലർ അല്ലാതെയും ആവാം. അവയ്ക്ക് തമ്മിലുള്ള ആംഗിൾസ് ആണ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. B&C എഡ്ജസിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ആൽഫ. A&Bയുടെ ഇടയിലുള്ള ആംഗിളാണ് ഗാമ. ആൻഡ് A&Cയുടെ ഇടയിലുള്ള ആംഗിളാണ് ബീറ്റ. അങ്ങനെ ഒരു യൂണിറ്റ് സെൽ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് 6 പാരാമീറ്റർ കൊണ്ടാണ്. അവയാണ് ABC എഡ്ജസും ആൽഫ, ബീറ്റ, ഗാമ എന്ന ആംഗിൾസും. ഇനി യൂണിറ്റ് സെൽസ് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു 2 കാറ്റഗറീസ്. യൂണിറ്റ് സെല്ലിനെ 2 കാറ്റഗറിയായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആൻഡ് 2 സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ അത് സിമ്പിളാണ്. പ്രിമിറ്റീവ് അത് കോർണേഴ്സിൽ മാത്രമുള്ള യൂണിറ്റ് സെല്ലാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, സെൻറ്റേർഡ് അതിൽ പേരിൽ തന്നെയുണ്ട്, സെൻറ്ററിലുള്ളതാണ്. അപ്പോൾ ഈ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ 3 തരത്തിലുണ്ട്. ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ് ആൻഡ് എൻഡ് സെൻറ്റേർഡ്. എൻഡ് സെൻറ്റേർഡിന് തന്നെ നമുക്ക് ബേസ് സെൻറ്റേർഡ് എന്നും സൈഡ് സെൻറ്റേർഡ് എന്നും പറയാം. അങ്ങനെ വേറെ നെയിംസ് ഉണ്ട്. ഇനി ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ബോഡി സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ കോർണേഴ്സിലും മാത്രമല്ല ബോഡിയുടെ സെൻറ്ററിലും ഉണ്ടാവും. എക്സാമ്പിൾ, കോർണേഴ്സിലില്ലേ ഈ യൂണിറ്റ് സെല്ലിൻ്റെ എന്താണ് പോയിൻറ്റ്സ്,
അതുപോലെ സെൻറ്ററിലുള്ള ബോക്സിൻ്റെ സെൻറ്റർ, അങ്ങനെ ഉള്ളിലുള്ള സെൻറ്ററാണ് ഉദ്ദേശിക്കുന്നത്, ബോഡി സെൻറ്റേർഡ്. ഇനി ഫേസ് സെൻറ്റേർഡ് എന്ന് പറയുമ്പോഴോ, ഫേസ് സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ സെൻറ്റർ ഓഫ് ഈച്ച് ഫേസ്, കോർണേഴ്സിൽ കൂടാതെ തന്നെ ബോഡി സെൻറ്റേർഡിലും കൂടാതെ സെൻറ്ററിലും കൂടി ഉണ്ടാവുന്ന ഒരു യൂണിറ്റ് സെല്ലാണ് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. എക്സാമ്പിൾ കണ്ടോ, കോർണേഴ്സിലും യൂണിറ്റ് സെല്ലുണ്ട്, അതുപോലെ ബോഡിയുടെ സെൻറ്ററിലും യൂണിറ്റ് സെല്ലുണ്ട്, അതുപോലെ ഫേസസിലും യൂണിറ്റ് സെല്ലുണ്ട്. ഫേസ് സെൻറ്റേർഡ്, ഫേസിൻ്റെ സെൻറ്ററിൽ, സെൻറ്റർ എന്ന് പറയുമ്പോൾ ഫേസ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഫേസിൻ്റെ സെൻറ്ററിലും ബോഡി സെൻറ്ററിലും അതുപോലെ കോർണേഴ്സിലും യൂണിറ്റ് സെൽ ഉണ്ടാവുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി എൻഡ് സെൻറ്റേർഡ്, എൻഡ് സെൻറ്റേർഡിൽ നിന്ന് ബേസ് സെൻറ്റേർഡ് എന്നും സൈഡ് സെൻറ്റേർഡ് എന്നും പേരുണ്ട്. എൻഡ് സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഫേസസിൻ്റെ സെൻറ്ററിൽ ഉണ്ടാവുന്ന പോയിൻറ്റ്സിനെയാണ് എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. പലതരം യൂണിറ്റ് സെല്ല് കാരണം നമുക്ക് ക്രിസ്റ്റൽസ് ഉണ്ടാവുന്നുണ്ട്. 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് ആണ് ഉള്ളത്. ഒന്ന് ക്യൂബിക്, പിന്നെ ഒന്ന് ടെട്രാഗണൽ, പിന്നെ ഒന്ന് ഓർത്തോറോംബിക്, ഹെക്സഗണൽ, റോംബോഹീഡ്രൽ, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. അവയുടെ സൈഡ്സ്, എഡ്ജ് ലെങ്സും ആക്സിയൽ ആംഗിൾസും വഴി ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഇത് നോക്കാം. ഇത് പഠിക്കാൻ ഇവയുടെ എക്സാമ്പിൾസും എഡ്ജ് ലെങ്സും ആക്സിയൽ ആംഗിൾസും പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്ന് നോക്കാം. സി ടോം ടീച്ചർ, സി ടോം ടീച്ചർ. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് അക്ഷരങ്ങൾ ചേർത്തിട്ട് ഒരു പേരുണ്ടാക്കിയിരിക്കുകയാണ് സി ടോം ടീച്ചർ. ക്യൂബിക്, സി ഫോർ ക്യൂബിക്, ടി ഫോർ ടെട്രാഗണൽ, ഒ ഫോർ ഓർത്തോറോംബിക്, എം ഫോർ മോണോക്ലിനിക്, ടി ഫോർ ട്രൈക്ലിനിക്, എച്ച് ഫോർ ഹെക്സഗണൽ, ആർ ഫോർ റോംബോഹീഡ്രൽ ഓർ ട്രൈഗണൽ. അവയുടെ ആംഗിൾസ് നോക്കുമ്പോഴും നമുക്കൊരു പാറ്റേൺ കാണാൻ പറ്റും. സിയുടെയും അതുപോലെ ആറിൻ്റെയും എഡ്ജ് ലെങ്സ് എല്ലാം ഈക്വലാണ്. ടിയുടെയും എച്ചിൻ്റെയും നോക്കുമ്പോൾ ബി നോട്ട് ഈക്വൽ ടു സി ആണ് രണ്ടും കാണുന്നത്, അതുപോലെ എ ഈക്വൽ ടു ബി ആണ് രണ്ടിലും കാണുന്നത്. നടുവിലത്തെ 3 എണ്ണത്തിലും എ ഇസ് നോട്ട് ഈക്വൽ ടു ബി ഇസ് നോട്ട് ഈക്വൽ ടു സി എന്നാണ് കാണുന്നത്. അതായത് ഈ 3 എഡ്ജ് ലെങ്ത്തും ഈക്വൽ അല്ല എന്നാണ് പറയുന്നത്. ഇനി ആക്സിയൽ ആംഗിൾസ്, ആക്സിയൽ ആംഗിൾസ് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ആദ്യത്തെ 3 സി ടോ, സി ടി ഓയിൽ, അതായത് ക്യൂബിക് ടെട്രാഗണൽ ഓർത്തോറോംബിക്കിൽ ആൽഫയും ബീറ്റയും ഗാമയും 90 ഡിഗ്രിയാണ്. ഇനി ട്രൈക്ലിനിക് ആകട്ടെ 3 ഈക്വൽ അല്ല, 90 ഡിഗ്രിക്ക് ഈക്വൽ അല്ല എന്നാണ് പറയുന്നത്. 3 ഈക്വലും അല്ല, 3 90 ഡിഗ്രിക്ക് ഈക്വലും അല്ല. അപ്പോൾ എല്ലാം അൺഈക്വൽ ആയിട്ടുള്ള ഏതാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് ചോദിച്ചാൽ ട്രൈക്ലിനിക് എന്ന് നമുക്ക് പറയാം. ബാക്കി 2 നിങ്ങളുടെ യുക്തം പോലെ പഠിച്ചോളൂ. ഇനി എക്സാമ്പിൾസ് പഠിക്കാൻ ഒരു വഴിയുണ്ട്. ക്യൂബ്, ക്യൂബിൻ്റെ എക്സാമ്പിൾ NaCl ആൻഡ് സിങ്ക് ബ്ലെൻഡ് ആണ്, സിങ്ക് ബ്ലെൻഡ്. അപ്പോൾ ഇവയെ എളുപ്പ വഴിയിൽ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോഴും ഒരു ഷോർട്ട് കട്ട് മെത്തേഡിലൂടെയാണ് പഠിച്ചാൽ നമുക്ക് ഓർമ്മ നിൽക്കും. അതായത് അവയുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് കൂടിച്ചേർത്തിട്ട് ഒരു വേർഡ് ഉണ്ടാക്കുന്ന വഴിയോ അങ്ങനെയൊക്കെ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം ഞാൻ ഇതിൽ പഠിക്കുന്നത് NaCl ആൻഡ് സിങ്ക് ബ്ലെൻഡാണ്. അതിനെ എന്നെയും സെഡും ചേർത്തിട്ട് നാസ്, അതിനെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ വേണമെങ്കിൽ നോസ് എന്ന് ഓർക്കാം, അല്ലെങ്കിൽ നാച്ച്, ഹിന്ദിയിലെ നാച്ച് ഡാൻസ് കളിക്കുക, അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വയ്ക്കാം. ഇനി ടെട്രാഗണൽ, ടെട്രാഗണൽ പഠിക്കുമ്പോൾ വൈറ്റ് സൺ ക്യാറ്റ് എന്ന് പഠിച്ചാൽ മതി. വൈറ്റ് ഫോർ വൈറ്റ് ടിൻ ആൻഡ് സൺ ഫോർ SnO2 ആൻഡ് CaSO4 ആൻഡ് TaO2ൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് കൂട്ടിയിട്ട് ക്യാറ്റ് എന്ന് നമുക്ക് പഠിച്ചു വയ്ക്കാം. ഇനി ഓർത്തോറോംബിക്കിനാണെങ്കിലോ റോംബിക് എന്ന പേരുണ്ട്, ഓർത്തോറോംബിക്. റോംബിക്കിന് ഓർത്തോ എന്ന് ആലോചിച്ചാൽ മതി, അതായത് റോംബിക് സൾഫർ. ഒരു എക്സാമ്പിളൊക്കെ മതിയല്ലോ. ഇനി മോണോക്ലിനിക് ആണെങ്കിലോ മോണോക്ലിനിക് സൾഫർ പേരിൽ തന്നെയുണ്ട്. ഇനി ട്രൈക്ലിനിക് അത് അങ്ങനെ തന്നെ പഠിക്കേണ്ടി വരും. CaSO4 പ്രത്യേകിച്ച് പഠിച്ചാൽ മതി. കട്ട് എന്ന് ആലോചിച്ചാൽ മതി. ട്രൈക്ലിനിക് കട്ട് എന്നാലോചിച്ചാൽ മതി.
ഇനി ഹെക്സഗണൽ പഠിക്കാൻ ഗ്രാസ് എന്ന് ആലോചിച്ചാൽ മതി. ഹെക്സാഗ്രാസ്. ഹെക്സ കഴിഞ്ഞ് വെച്ചാൽ ജി ഉണ്ട്, അപ്പോൾ ജി എന്ന് തുടങ്ങുന്നു ഗ്രാസ്, അതായത് ഗ്രാഫൈറ്റ് ആൻഡ് സിങ്ക് ഓക്സൈഡ്. ഇനി റോംബോഹൈഡ്രൽ പഠിക്കാൻ ചിന്നക്കാൽ എന്ന് ആലോചിച്ചാൽ മതി. ചിന്നക്കാൽ, സിന്നബാറും കാൽസൈറ്റും ഒരുമിച്ച് വരുമ്പോൾ ചിന്നക്കാൽ. അപ്പം എങ്ങനെയുണ്ട്, പഠിക്കാൻ പറ്റുന്നില്ലേ? കാണാണ്ട് ഓർത്ത് വയ്ക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ശരി, ഇപ്പോൾ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ടെക്സ്റ്റിൽ. ലെറ്റ് us now work out what portion of each particle belongs to a particular unit cell. ഒരു യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിളിൻ്റെ എത്ര പോർഷനാണ് നമുക്ക് കാണാൻ കഴിയുക എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് കണ്ടോ, 3 ഫിഗേഴ്സ് ഉണ്ട്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഓപ്പൺ സ്ട്രക്ചറാണ്. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് ഓപ്പൺ സ്ട്രക്ചർ എന്ന്. ശരിക്കും അതിൻ്റെ ആക്ച്വൽ സൈസ് അല്ല, എന്നാലും കോർണേഴ്സിൽ 8 പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കാണിക്കുകയാണ് എയിൽ കാണിക്കുന്നത്. ബി എന്ന് പറയുന്നത് സ്പേസ് ഫില്ലിംഗ് റെപ്രസെൻറ്റേഷനാണ്, എന്നാൽ സി എന്ന് പറയുന്നത് ആക്ച്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അതായത് ഓരോ കോർണറിലും ഓരോ യൂണിറ്റ് സെല്ലിൻ്റെ പറഞ്ഞു. ഒരു ബോക്സ് നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ബോക്സ് ക്യൂബിക് ബോക്സിനെ ആലോചിച്ച് നോക്കുമ്പോൾ അതിന് 8 കോർണേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ 8 കോർണേഴ്സ് ഉണ്ട്. ആ 8 കോർണേഴ്സിലും ഓരോ യൂണിറ്റ് സെല്ലില്ലേ, ഓരോ യൂണിറ്റ് സെല്ലല്ല, ഓരോ ആറ്റംസ് ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അതാണ് എ. ബിയും അത് തന്നെയാണ്, പക്ഷെ അത് ബോൾസ് ആയിട്ട് രൂപീകരിച്ചു എന്നേ ഉള്ളൂ. സിയിൽ എന്നാണ് പറയുന്നത്, ആക്ച്വൽ സൈസാണ് പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് വന്നത്? ഓരോ കോർണേഴ്സിൽ ഓരോ ആറ്റംസും അഡ്ജസൻറ്റ് 8 ആറ്റംസുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ശരിക്കും ഒരു കോർണറിൽ 1/8 പോർഷൻ മാത്രമേ, ഒരു ആറ്റത്തിൻ്റെ 1/8 പോർഷൻ മാത്രമേ വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ച് നോക്കുക, കോർണേഴ്സിൽ 8 കോർണേഴ്സിൻ്റെ 1/8 പോർഷനാണ് വരുന്നത്. അപ്പോൾ ആറ്റംസ് ഇൻ 1 യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും? 8 × 1/8 = 1 ആറ്റമാണ്. ഇത് ഏതിൻ്റെ കേസാണ് പറയുന്നത്? പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൻ്റെ പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ നമ്മൾ പഠിച്ചു ആറ്റംസ് കോർണേഴ്സിൽ മാത്രമേ വരുള്ളൂ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 8 കോർണേഴ്സ് ഉണ്ട്, 1/8 പോർഷനാണ് ഓരോ ആറ്റവും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 8 × 1/8 = 1 ആറ്റം. അപ്പോൾ ഒരു ആറ്റമാണ് ഒരു പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ വരുന്നത്. ഇനി നമുക്ക് ബോഡി സെൻറ്റേർഡ് നോക്കാം. ബോഡി സെൻറ്റേർഡ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു ബോഡി സെൻറ്റേർഡ്, ഒരു ക്യൂബിൻ്റെ നടുക്കും ബോഡിയുടെ നടുക്കും കോർണേഴ്സിലും ഉണ്ടാകുന്നുണ്ട് യൂണിറ്റ് സെല്ല്. അപ്പോൾ നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ പറഞ്ഞ പോലെ ഒരു ആറ്റം നമുക്ക് എന്തായാലും കിട്ടും, കാരണം കോർണേഴ്സിലുണ്ടല്ലോ. 1/8 പോർഷൻ 8 കോർണേഴ്സിൻ്റെയും നോക്കുമ്പോൾ 8 × 1/8 = 1 ആറ്റം. ഇനി ബോഡി സെൻറ്ററിൽ ഒരെണ്ണം പൂർണ്ണമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഒരാറ്റം കിട്ടി. അപ്പോൾ രണ്ടും ചേർക്കുമ്പോഴോ 1 + 1 = 2 ആറ്റം. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു 2 ആറ്റംസ്. ഇനി ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ നോക്കാം. ഇനി അതിൻ്റെ ചിത്രം, ബോഡി സെൻറ്റേർഡിൻ്റെ ചിത്രമാണിത്. ക്ലിയർ ആയോ? ഇനി ഫേസ് സെൻറ്റേർഡിന് നമ്മൾ പഠിക്കുമ്പോൾ കോർണേഴ്സിലും ഫേസ് സെൻറ്റേർഡിലും ആറ്റംസ് ഉണ്ടെന്ന് പഠിച്ചു. അപ്പോൾ കോർണേഴ്സിൽ ആറ്റംസ് ഉണ്ടാകുമ്പോൾ 1/8 പോർഷൻ ഇൻറ്റു കോർണേഴ്സിൻ്റെ എണ്ണം ഇൻറ്റു 8 = 1 ആറ്റം വന്നു. 6 ഫേസ് സെൻറ്റേർഡ് ആണ് അല്ലേ? 6 ഫേസസ് ഉണ്ട്. അപ്പോൾ 6 ഫേസസ് എന്ന് പറയുമ്പോൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് 1/2 ആറ്റമാണ്. ഒരെണ്ണം പൂർണ്ണമായിട്ടല്ല അവിടെ ഇരിക്കുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. ഈ പോർഷൻ കണ്ടോ, 1/2. ഓരോ ഫേസിലെയും 1/2 ആണ് ഷെയർ ചെയ്യുന്നത്. ഇതാ കണ്ടോ, ഇതാണ് ആക്ച്വൽ ഫേസ് റെപ്രസെൻറ്റേഷൻ. കണ്ടോ, 1/2 പോർഷനാണ് ഓരോ ഫേസിലും ഇരിക്കുന്നത്. അപ്പോൾ 6 × 1/2 = 3. പിന്നെ പ്രിമിറ്റീവ് യൂണിറ്റ്സിൽ പഠിച്ചപ്പോൾ പറഞ്ഞു 1 ആറ്റം ഓരോ കോർണേഴ്സിൽ നിന്നും കിട്ടി. അപ്പോൾ 1 + 3 = 4 ആറ്റം.
ഒരു കറക്ഷൻ ഉണ്ട്. അപ്ലൈ നമ്മൾ പഠിക്കുമ്പോൾ ഫേസ് സെൻറ്റേർഡ് പഠിക്കുമ്പോൾ ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ പഠിക്കുമ്പോൾ ഒരു മിനിറ്റ് കേട്ടോ. ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു ഫേസ് സെൻറ്ററിലും എന്താണ് കോർണേഴ്സിലും ഉണ്ടാവുന്നു, കൂടാതെ ബോഡി സെൻറ്ററിൽ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അത് തെറ്റാണ്. ബോഡി സെൻറ്ററിൽ ഉണ്ടാവില്ല. ഫേസിൻ്റെ സെൻറ്ററിലും കോർണേഴ്സിലും മാത്രമാണ് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ ഉണ്ടാവുന്നത്. ശരി, താങ്ക് യു.